ഇന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലാബിലുള്ള ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള PSK മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ എക്സ്പെരിമെൻ്റ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നുള്ളത്. ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന IC AD633 മൾട്ടിപ്ലെയർ IC ആണ്. ആ ഒരു AD633യുടെ ഇൻറ്റേർണൽ ഡയഗ്രമാണ് ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. നോക്കാം. X1, X2, Y1, Y2 ഇസ് ദി ഇൻപുട്ട് പിൻസ്. നമ്മൾ ഇൻപുട്ടായിട്ട് 4 ഇൻപുട്ട് സിഗ്നൽസ് ആണ് ഇവിടെ, നമുക്ക് 4 ഇൻപുട്ട് പിൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൾട്ടിപ്ലൈഡ് വാല്യൂസ് ആണ് നമ്മൾക്ക് ഔട്ട്പുട്ടിൽ ഇവിടെ അവൈലബിൾ ആവുന്നുള്ളത്. ഇവിടെ പ്രത്യേകമായിട്ടൊരു ഗ്രൗണ്ട് പിന്ന് ഈ ഒരു ICക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. 7th പിന്നിലാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നുള്ളത്. അതുപോലെ സെറ്റ് എന്ന് കാണാൻ നിങ്ങൾക്ക് ഇവിടെ 6th പിന്നിൽ കൊടുക്കുന്നുള്ള വാല്യൂവിനെയാണ് നമ്മളിവിടെ ഈ ഇൻപുട്ട് X1, X2, Y1, Y2 എന്നുള്ള വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂസിനെ സം ചെയ്തിട്ട് ഔട്ട്പുട്ട് 7th പിന്നിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കാണാം. ഈ ഒരു മൾട്ടിപ്ലയർ ICയുടെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. X1 മൈനസ് X2 ഇൻറ്റു Y1 മൈനസ് Y2 ഡിവൈഡ് ബൈ 10 പ്ലസ് Z എന്നുള്ളതാണ് ജനറൽ ആയിട്ടുള്ള AD633 ICയുടെ ഇക്വേഷൻ എന്ന് പറയുന്നുള്ളത്. PSK മോഡുലേഷൻ സർക്യൂട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് മെയിനായിട്ട് ഇവിടെ 2 ഇൻപുട്ട് സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഒരു 10 VPP 1 kHz ഉള്ള ഒരു സ്ക്വയർ സിഗ്നൽ ആൻഡ് 10 kHz 4 VPP ഉള്ള ഒരു കാരിയർ സിഗ്നൽ അഥവാ സൈൻ സിഗ്നലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഓപ്പാമ്പിൽ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ ബയസിങ്ങിന് 15 ആൻഡ് -15 വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ പിൻ നമ്പർ 8 ആൻഡ് പിൻ നമ്പർ 5ലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2, 4, 6 പിൻസ് നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 7ൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നുള്ളത്. ഓൾറെഡി ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം പറയുമ്പോൾ ICയുടെ പിൻ ഡയഗ്രാം പറയുമ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായിട്ടൊരു ഗ്രൗണ്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മുടെ ICയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സിഗ്നൽ ജനറേറ്ററിൻ്റെതായാലും CRO DSOയുടെ ആയാലും അതിൻ്റെയൊക്കെ ഗ്രൗണ്ട് പിന്ന് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ടിലേക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 2, 4, 6 പിന്നിൻ്റെ ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പം നമ്മൾ ഇന്റേണൽ ഡയഗ്രാം നമ്മൾ കണ്ടിട്ടുള്ളതിൽ 4 ഇൻപുട്ടായിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. X1, X2, Y1, Y2 പിൻസ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ആസ് പെർ ദിസ് സർക്യൂട്ട് ഡയഗ്രാം ഓൺലി വി ആർ യൂസിങ് 1 and 3 പിൻ ഡയഗ്രാംസ്. ഓൺലി 1 and 3 പിൻസ്. നമ്മളിവിടെ 2 പിൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഇൻപുട്ടായിട്ട്. 2 ഇൻപുട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കാണാം. ഫസ്റ്റ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് X1 എന്നുള്ളതാണ്, അതായത് ഫസ്റ്റ് പിന്നിലാണ്. Y2 എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നത് 3rd പിന്നിലാണ്. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ ഫസ്റ്റ് പിന്നിൽ സ്ക്വയർ വേവും 3rd പിന്നിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് സൈൻ സിഗ്നലുമാണ്. ദെൻ നമ്മുടെ X2 എന്നുള്ള പിന്നും Y2 എന്നുള്ള പിന്നിലും നമ്മൾ കൊടുക്കുന്നുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആംപ്ലിഫയർ സമ്മിങ് നോഡായിട്ടുള്ള Z എന്നുള്ള വാല്യൂം നമ്മൾ 0 ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. സോ നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പെക്റ്റഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആസ് പെർ ദിസ് ഇക്വേഷൻ X2 എന്നുള്ള വാല്യൂ 0 ആണ്, Y2 എന്നുള്ള വാല്യൂ 0 ആണ്, അതുപോലെ Z എന്നുള്ള വാല്യൂം 0 ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ അവർ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇക്വേഷൻ വിൽ ബി X1 Y1 ഡിവൈഡ് ബൈ 10 ആയിരിക്കും ഉണ്ടാവും. നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രാം കണ്ടതുപോലെ നമ്മൾ ഓൾറെഡി ഇവിടെ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ ഇൻപുട്ടായിട്ടുള്ള 2 ഇൻപുട്ട് സിഗ്നലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഒരു സ്ക്വയർ സിഗ്നൽ, അതായത് 10 VPP ഉള്ള 1 kHz ഉള്ള ഒരു സ്ക്വയർ സിഗ്നൽ, അതുപോലെ 4 VPP 10 kHz ഉള്ള ഒരു സൈൻ സിഗ്നലാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. നമ്മളുടെ AD633 ICയുടെ പവർ സപ്ലൈ ആയിട്ട് നമ്മളിവിടെ 15 - 15 ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് സർക്യൂട്ട് ഡയഗ്രത്തിൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. നമ്മൾക്ക് ആദ്യം ഇതിന് വേവിൽ നമ്മൾക്ക് ഫേസ് ഷിഫ്റ്റ് ആണ് നമ്മൾക്ക് ഇവിടെ മെഷർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, അതിനനുസരിച്ചിട്ട് ഫേസ് ഷിഫ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് വേവിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഓട്ടോ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾക്ക് ഫേസ് ഷിഫ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ടൈം പെർ ഡിവിഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം.
നമ്മളുടെ വേവ് ഒരു പ്രോപ്പറായിട്ട് നമ്മൾക്ക് വാല്യൂസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു കണ്ടീഷനിൽ. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ മോഡ് ലെവൽ എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ നിങ്ങൾക്ക് കാണാം. അതിലിപ്പം മോഡ് എന്നുള്ളത് ഓട്ടോ കണ്ടീഷനിലാണുള്ളത്. മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക, അത് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാം. ദെൻ നിങ്ങൾക്ക് ഇവിടെയുള്ള ലെവൽ ബട്ടൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വേവ് അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മൾക്ക് ആ ഒരു ഫേസ് ഷിഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾക്ക് ഇവിടെ ഒരു സ്ക്വയർ വേവിന്റെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു പോസിറ്റീവ് സൈഡിലാണ് ആ ഒരു ചേഞ്ചിങ്ങിൽ ഇവിടെ ഒരു എം ലെറ്റർ പോലെ നമ്മൾക്കൊരു ഫേസ് ഷിഫ്റ്റും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. അതുപോലെ താഴോട്ട് നമ്മൾക്കൊരു പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് വരുന്നതെങ്കിൽ ഒരു ഡബ്ല്യു പോലുള്ള ഒരു ഫേസ് ഷിഫ്റ്റുമാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിന്റെ കണ്ടീഷൻ നിങ്ങൾക്കറിയാം. ഇൻപുട്ട് സിഗ്നൽ ഓരോ കണ്ടീഷൻ 0 to 1, 1 to 0 ചേഞ്ച് വരുന്ന സമയത്ത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും അവിടെ സിഗ്നലിന് ഉണ്ടാവുക. ആ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പം മോഡുലേഷൻ പാർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിമോഡുലേഷൻ പാർട്ട് കൂടി ചെയ്യണം. അതും AD633 IC വെച്ചിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾക്ക് ആ ഒരു പാർട്ട് കൂടി ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഡിമോഡുലേഷൻ സർക്യൂട്ട് ആണ് ഇവിടെ നമ്മൾക്ക് കൊടുത്തിരിക്കുന്നത്. മോഡുലേഷൻ സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്യാതെ തന്നെ അതിന്റെ ബാക്കി പാർട്ടായിട്ട് നമ്മൾക്ക് ഒരു AD633 IC കൂടി കണക്ട് ചെയ്യാം. ഇതിലുപോലെ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2, 4, 6 പിൻസ് നമ്മൾക്ക് ഷോർട്ട് ചെയ്യാനുണ്ട്. നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് സിഗ്നൽ തന്നെ നമ്മൾ ഇവിടേക്ക് ഷോർട്ട് ചെയ്യുക. 2 IC AD633 2 IC യൂസ് ചെയ്യുമ്പോൾ രണ്ടിന്റെയും തേർഡ് പിന്നുകളും അതുപോലെ ഫസ്റ്റ് പിന്നുകളും നമ്മൾ ഷോർട്ട് ചെയ്യുക. പവർ സപ്ലൈ ഒക്കെ ഷോർട്ട് ചെയ്യുക. ദെൻ ഔട്ട്പുട്ട് 7th പിൻ ഓഫ് സെക്കൻഡ് AD633 ICയിലാണ് നമ്മൾക്ക് എടുക്കാനുള്ളത്. നമ്മളുടെ AD633 സെക്കൻഡ് ICയുടെ 7th പിന്നിൽ ഒരു RC നെറ്റ്വർക്ക് ഒരു ഫിൽറ്റർ സെഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഫിൽറ്റർ സെഷന്റെ V0 എന്ന് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്, അതായത് അത് രണ്ടിനും ഇന്റർസെക്ഷൻ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യേണ്ടത്. ഡിമോഡുലേഷൻ സർക്യൂട്ട് ആണ് ഇവിടെ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമുക്കൊന്ന് DSOയിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ സിഗ്നൽ ആണ്. ആ സ്ക്വയർ സിഗ്നൽ തന്നെ നമുക്ക് ഇവിടെ ഡിമോഡുലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു റിപ്പൾസ് നമുക്ക് അവിടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് ഇതിന്റെ ഓൾറെഡി സ്ക്വയർ വേവ് അവിടെ ഓൾറെഡി ഡിമോഡുലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട്